അല്ലണ്ണന്റെ അപ്പ തന്നെ ഇവളെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞേ, മോളെ അവൻ പറഞ്ഞേക്കുന്നത് നിന്നെ സ്നേഹത്തോടെ വിളിച്ചോണ്ട് വന്ന് കൊല്ലാനാണെന്ന്. അപ്പായിക്ക് അതിന് എന്ന് വെച്ചാൽ അന്ന് അപ്പായിക്ക് അവളോട് നല്ല സ്നേഹമായിരുന്നു. അപ്പായിക്ക് അതിനൊരു താല്പര്യമില്ല. എന്തുവാന്ന് വെച്ചാൽ മോളുടെ കാര്യം തീരുമാനിച്ചോളാൻ പറഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും ദൂരെ താമസിക്കുമ്പോൾ പലതരത്തിലുള്ള പേരുകളും വരും, പല പേരുകളും വരാം. അവിടുന്ന് തിരിച്ച് പിന്നെ അനില് ഏതോ ഒരു കഥാപാത്രത്തിന്റെ പേര് പറഞ്ഞു. അയാൾ ആവശ്യമില്ലാതെ അവിടെ കടന്ന് വട്ടം കറങ്ങുന്നു. അയാൾ അധികാരം സ്ഥാപിക്കാൻ വരുന്നു. എന്തുവായിരുന്നു അത്ര പേര്? പക്ഷേ അത് ഒരിക്കലും ഇല്ല. ഈ അണ്ണൻ തന്നെ അവിടെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ മോശമായിട്ട് പറഞ്ഞല്ലോ. അണ്ണൻ തന്നെ അത് വരുത്തി വെച്ചത് കാരണം അണ്ണൻ തന്നെ. കാരണം അയാളെ പോയി വിളിച്ചോണ്ട് വന്നിട്ട് പറയാ, അതാണ്ട് മുരുകണ്ണൻ നിൽക്കുന്നു, ഇനി മുരുകണ്ണന്റെ സാക്ഷി ഞാൻ അമ്മയെടുത്ത് പറഞ്ഞ് ഞാൻ ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കത്തില്ല, കുടിക്കത്തുമില്ല, അവള് അടിക്കത്തുമില്ല, ഒരു പ്രശ്നം വീട്ടിൽ ഒരു വഴക്കും ഉണ്ടാകത്തില്ല, അമ്മ വിശ്വസിച്ച് പോകുന്നു പറഞ്ഞ് ആ അണ്ണന്റെ സാക്ഷി നിർത്തി ആ അണ്ണനെ വിളിച്ചോണ്ട് വന്നിട്ട് അമ്മയെ കൊണ്ട് സാക്ഷി നിർത്തി കൊണ്ടുപോയത്. അല്ലാതെ അമ്മ പറഞ്ഞു ഇനി അമ്മയ്ക്കൊന്നും അറിയത്തില്ല. അമ്മയ്ക്ക് ആ അണ്ണനെ അറിയത്തു പോലും ഇല്ല. ഈ 2 കൊല്ലമായിട്ട് കാരണം വന്നതിന് ശേഷം അമ്മ വെള്ളിമല താമസിക്കുന്നത്. ഇത് പ്ലാച്ചേരി ഒത്തിരി വ്യത്യാസമുണ്ട്. അമ്മയ്ക്ക് എങ്ങനെ അറിയാം ഈ ആളെ ഇവിടെ താമസിക്കുന്നത്? അത് തമിഴ്നാട്ടിലുള്ള ആള്, അവിടെ വന്ന് ടാപ്പിങ്ങിന് വന്ന് കിടക്കുന്ന ആള്, അവരെയൊക്കെ അമ്മയ്ക്ക് എങ്ങനെ അറിയാം? അപ്പൊ അയാള് കുറച്ചൊരു ഷോ കാണിക്കും അവിടെ. അവൻ കുറെ ഷോ കാണിക്കുന്നുണ്ട്. കാരണം എന്റെ ഭാഗത്ത് എന്റെ ഭാര്യ നോക്കുന്നു ഞാൻ കുറ്റപ്പെടുത്തുന്നു ഞാൻ കണ്ടിട്ടില്ല. എന്റെ ഭാര്യ അവൻ കുറ്റപ്പെടുത്തുന്നു നോക്കുന്ന കണ്ണടയ്ക്കുന്ന ഒന്നും ഞാൻ കണ്ടില്ല. പക്ഷെ അവിടെ ഏത് കാര്യം അല്ല അതല്ല പറഞ്ഞു. ഈ ആ തള്ള അവിടെ അമ്മ പറയുന്നത് നോക്കിക്കോണേ, അവൻ പോയി കഴിയുമ്പോ കാര്യങ്ങള് അനില് വിളിച്ചോണ്ട് വന്ന് ഞാൻ 10 കൊല്ലം കൊണ്ടുപോകും അന്യനാട്ടിലും അവിടെ എല്ലാം എന്റെ ഭാര്യയെ ഭദ്രമായിട്ട് എനിക്ക് കൊണ്ടു നടക്കാന്നുണ്ടെങ്കിൽ പിന്നെ അവരുടെ വീണ്ടും പഠിക്കു വരുമ്പോഴാണ് എനിക്ക് എന്റെ ഭാര്യയെ നോക്കാൻ വേറൊരു സപ്പോർട്ട്. അങ്ങനെയല്ല അയൽക്കാരെ കുടിച്ചു കഴിയുമ്പോഴല്ലേ എല്ലാത്തിനും പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാകും. സമ്മതിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്. അബദ്ധം പറ്റിപ്പോയാണ് മോനെ കള്ളം പറയുന്നത്. എന്തൊരു മക്കളെ കള്ളം പറയുന്നു? കള്ളം പറയേണ്ട ആയുധം എന്തിനായിരുന്നു കള്ളം പറയുന്നു മോനെ? മോൻ തിരക്കി പോയപ്പോൾ നിങ്ങൾ എല്ലാവരും പോയി മോൻ അവിടെ ഇല്ലായിരുന്നു പറഞ്ഞില്ലേ? മോൻ ജോലി സ്ഥലത്തെന്ന് പറഞ്ഞില്ലേ? ഞാൻ അങ്ങനെ പറഞ്ഞതാണ്. പെട്ടെന്ന് എന്റെ വായിന്ന് വീണ. മോൻ എന്തിനു കള്ളം പറയുന്നു? മക്കൾ ജീവിക്കാൻ വരുന്നതല്ലേ ഞങ്ങളുടെ വീട്ടില്? മോൻ കള്ളം പറയല്ല അങ്ങനെ. നിങ്ങൾ 2 പേരും ഒരുപോലെ ജീവിക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹം. മോൻ അത് കള്ളം പറയല്ലേ കേട്ടോ? 2 പേരും വേറെ തിരിഞ്ഞ് പോകാനല്ല. പിന്നെ സ്കൂളിൽ ഞാൻ വിലക്കെന്നുള്ള കാര്യം സ്കൂളിൽ ഇങ്ങനെ മോശമായ രീതി കുട്ടികളുടെ അടുത്ത് സംസാരിച്ച്, അതുകൊണ്ട് ഞാൻ ടീച്ചേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ ഒരു HMOയായിട്ട് ഞാൻ ശകലം സംസാരിച്ചൊരു ചെറിയൊരു പ്രശ്നം വരെ അവിടെ നിന്ന് എനിക്ക് അസംബ്ലിയിൽ ഞാൻ ശരിക്കും അവമാനം ഞാൻ സഹിച്ചതാണ് അവിടെ ആ സ്കൂളിൽ നിന്ന്. എന്തോ കുഞ്ഞുങ്ങളെ മോള് കാണണ്ടെന്ന് പറഞ്ഞിട്ടും നിർബന്ധിച്ച് മോളെ കൊണ്ടുപോയി കാണിച്ച്, മോള് കരഞ്ഞിട്ടും ആ HMO കുഞ്ഞിനെ കൊണ്ടുപോയി കാണിച്ചെന്നുള്ളത്. അതിന് ഞാൻ ഇച്ചിരി സംസാരിച്ചപ്പോൾ ചെറിയൊരു വിഷയമൊക്കെ ഉണ്ടായി. കാരണം കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ കാണിക്കണ്ട. കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമല്ല ഒരു HMO വിളിച്ചോണ്ട് വരത്തില്ല. കുട്ടി കാണാൻ വന്നിട്ടുണ്ട്. ഞങ്ങള് ഒന്നും വേറെ സെപ്പറേറ്റ് ചോദിച്ചോ കുഞ്ഞുങ്ങളുടെ അടുത്ത് കുഞ്ഞുങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് എന്തൊക്കെ കൊടുത്തിട്ടുണ്ടെന്നോ ഇത്രയും വർഷത്തിനിടയ്ക്ക് എന്തൊക്കെ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ അവരുടേതായിട്ടുള്ള അറിവുകൾ അതുങ്ങൾക്കുണ്ട്. എന്നറിയാമോ, എന്തെല്ലാം നിങ്ങൾ വഴക്കുണ്ടാക്കിയാലും നിങ്ങളുടെ കുഞ്ഞുങ്ങളാണെന്ന് നിങ്ങൾക്ക് മാറ്റി പറയാനേ പറ്റത്തില്ല. അതൊരിക്കലും ഇല്ല. ആ കൊച്ചുങ്ങളുടെ തന്തയെന്ന് പറഞ്ഞാൽ അനില് തന്നെയാണ്. അത് ആണ്. അപ്പൊ ആ സ്നേഹം നിഷേധിക്കാനുള്ള അവകാശം ഈ ലോകത്ത് ആർക്കും ഇല്ല. പിന്നെ നമുക്ക് ആ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുകയോ അതുങ്ങളെ ഉപദ്രവിക്കുന്നു അതുങ്ങളെ അടിക്കുന്നു അങ്ങനെയുള്ളൊരു മനുഷ്യനാണോ നമുക്ക് തടസ്സപ്പെടുത്താം? വേണ്ട, ഇങ്ങനെ ഒരുത്തനാണെന്നുള്ളത്. അതല്ല, അങ്ങനെ ഉപദ്രവിക്കാറുണ്ടോ കുഞ്ഞുങ്ങളെ? ആവശ്യത്തിന് തെറ്റും കുറ്റം കാണുമ്പോ ഉപദ്രവിച്ചിട്ടുണ്ട്. പൊടിനാളിലെ കൊല്ലം വരെ ഒരുങ്ങിയത് ഈ മദ്യത്തിന്റെ പുറത്താണ്. ഓണത്തിന്റെ ഇടയ്ക്ക് മദ്യത്തിന്റെ പുറത്ത് പൊടി കുഞ്ഞിങ്ങനെ മലക്ക പരുവത്തി, അത് ഞാൻ ഇപ്പൊ പറയുന്നില്ല. ആ രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് പൊടി കുഞ്ഞായിരുന്നു. അപ്പം എന്നാൽ അല്ലാതെ ഒരു ഇത് വളർന്നു കഴിഞ്ഞതിന് ശേഷം പിന്നെ തെറ്റ് കാണുന്നതിന് കുഞ്ഞുങ്ങളല്ലേ കുസൃതികളൊക്കെ കാണുന്നതിന് അടിക്കും. അതിപ്പോൾ ഞാനായാലും അടിക്കും. അതിനകത്ത് ഒന്നുമില്ല. അല്ലാതെ തീവ്രമായിട്ടുള്ള അനുഭവങ്ങളൊന്നുമില്ല. അങ്ങനൊന്നുമില്ല. കുഞ്ഞുങ്ങളോട് സ്നേഹം ഉണ്ടെന്നുള്ളത് അമ്പിക്ക് അറിയാം. പക്ഷെ ഞാൻ പറഞ്ഞു, എനിക്ക്
ഈ ഞാൻ ഒന്നിച്ച് ജീവിച്ചു പോകാനുള്ള ഒരു തീരുമാനത്തിനാണ് എനിക്ക് താല്പര്യമില്ല. താല്പര്യമില്ലാത്തതിന്റെ കാര്യം നേരത്തെ പോലെ അനിൽ പെരുമാറും എന്നുള്ളൊരു വിശ്വാസം, അതല്ലേ പ്രധാനം? 100%, 99 അല്ല, എനിക്ക് 100% എനിക്ക് വിശ്വാസമാണ്. എന്നെ ഭൂമിക്ക് മേളിൽ എന്നെ വെച്ചേക്കത്തിന് പറഞ്ഞതും പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ചെയ്യാൻ വരും. ഞാൻ ഒരു ദിവസം രാത്രി ഇവരുടെ ഒരു അമ്മാച്ചൻ മാമിയുടെ മോള് വെക്കേഷൻ അവരുടെ വീട്ടിൽ നിന്ന് ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് കുറച്ച് ദിവസം നിർത്തിയ ടൈമിൽ അന്നാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായത്. ആ കമ്പിപടിക്ക് അടിക്കുന്നത്. ഈ കൊച്ചു ഞാനും കൂടെ തറയിൽ കിടക്കുമായിരുന്നു, അണ്ണനും മോനും കൂടെ കട്ടിലേലും കിടക്കുമായിരുന്നു, പൊടിക്കുഞ്ഞും എൻ്റെ അടുത്തുണ്ടായിരുന്നു. അന്ന് ഇങ്ങനെ ഉറങ്ങാതെ ഈ അടിച്ച് തലയൊക്കെ സ്റ്റിച്ച് ചെയ്ത് വീട്ടിൽ തിരിച്ച് വന്ന് 1:30 വീട്ടിൽ വന്നപ്പോൾ വന്നു കഴിഞ്ഞ് ഇങ്ങനെ ഒരു 3 മണി വരെ ഉറങ്ങാതിരുന്ന്. 3 മണിയൊക്കെ അതുവരെ ഞാനും ഇങ്ങനെ ഇഞ്ചക്ഷനൊക്കെ എടുത്തതിൻ്റെ ഈ വേദനയുടെയൊക്കെ കൊണ്ട് ഞാനും ഉറക്കം വരാതെ കിടന്നെങ്കിലും ആ സമയപ്പോൾ ഞാൻ ഉറങ്ങി. ഒരു 3 മണിയായപ്പോൾ അടുക്കള ചെറുതായിട്ട് ലൈറ്റൊന്നും ഇല്ല, ലൈറ്റെല്ലാം അണച്ചിട്ട് ഞങ്ങളുടെ തലയ്ക്കമേളി കസേരയിൽ ഇങ്ങനെ ഇരിക്കുക. വെള്ളം അടിച്ചിട്ടുണ്ട്, പൂര വെള്ളമാണ്. കസേരയിൽ ഇങ്ങനെ ഇരിക്കുന്നു. അടുക്കള ചെറിയൊരു അനക്കം കേൾക്കുന്നു. ഞാൻ അന്നേരം ഇങ്ങനെ പെട്ടെന്ന് ഞെട്ടി ഉണർന്ന് ചെവി ഇങ്ങനെ ഓർത്തപ്പോൾ അവിടുന്ന് പതുക്കെ ചെറിയ പതിഞ്ഞ സൗണ്ട് നടന്ന് വരുന്നതിൻ്റെ ആളിങ്ങനെ വന്നിട്ട് തലയ്ക്കമാട്ട കസേരയിലിരിക്കുക. കയ്യിൽ കത്തിയുണ്ട്, കത്തി നല്ല മൂർച്ചയുള്ള കത്തിയാണ്, കറിക്കത്തിയുണ്ട്. അന്നേരം ഞാൻ ചാടി എണീച്ച് പിന്നെ ഞാൻ ഉറങ്ങിയില്ല. പിന്നെ ഞാൻ എങ്ങനെ നേരം വെളുപ്പിച്ചെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. അതുപോലെ ഞാൻ ഉറങ്ങാതെ ഇരുന്ന് ഉറക്കം ഉളച്ചും ഒരു വിധത്തിൽ നേരം വെളുപ്പിച്ച് ഞാൻ അന്നേരം തന്നെ എൻ്റെ വീട്ടിൽ പോയി. അതോടുകൂടി ജീവിതം ഞാൻ മടുത്തതാണ്. ആ ഒരു പേടി എൻ്റെ മെയിനായിട്ടും ആ ഒരു പേടി എൻ്റെ മനസ്സിൽ. കാരണം ഒരുറക്കത്തിൽ എന്തെങ്കിലും ഒന്ന് എനിക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഞാൻ ജീവനോടുണ്ട് എൻ്റെ കൊച്ചുങ്ങളെ നോക്കാൻ. ഇയാളെ വിശ്വസിക്കാൻ പറ്റുമോ? എനിക്കൊരു പെങ്കൊച്ചുണ്ട്, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇയാൾ എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കുമെന്ന് എനിക്കെന്തോ ഉറപ്പ്. എനിക്ക് ഒട്ടും വിശ്വാസമില്ല ഇയാളുടെ കൂടെ ജീവിക്കും. എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. എനിക്ക് ഒട്ടും ഇങ്ങനെ വേറെ ആ പെണ്ണുങ്ങളുടെ കൂടെ പോയി ജീവിക്കുമോ അല്ലാതെ ജീവിക്കുമോ എങ്ങനെ ജീവിച്ചാലും എനിക്കൊരു പ്രശ്നമില്ല. എനിക്ക് എൻ്റെ ജീവനാണ് എനിക്ക് ഏറ്റവും വലുത്. അതെനിക്ക് വേണം. എൻ്റെ കൊച്ച്, എനിക്കൊരു പെങ്കൊച്ച്, എൻ്റെ മോനാണെങ്കിൽ അവൻ എങ്ങനെങ്കിലും വളരും. അവനിപ്പോഴും അവരോടാണ് ജീവിതം. വിളിച്ച് ചോദിച്ചാൽ അറിയാം, അവന് ഇപ്പോഴും അവരോടാണ് ജീവിതം. അവർ നോക്കുകയും ചെയ്യും. പക്ഷെ ആ തന്തയും തള്ളയും ജീവനോടുള്ള കാലം വരെ അവരെ നോക്കത്തുള്ളൂ. അത് കഴിഞ്ഞ് നോക്കത്തില്ല. അതെനിക്ക് നല്ല ഉറപ്പാണ്. കാരണം അയാളുടെ വഴിക്ക് പോകും, അവനൊരു കുടുംബമായി, പെങ്ങളുടെ വഴിക്ക് ജീവിതമായിട്ട് പോകും. എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആര് നോക്കും അവരെ? ഞാൻ പിന്നെ എന്തോ ഉറപ്പിൻ്റെ പുറത്ത് ഇയാളുടെ കൂടെ ഞാൻ പോവും. അനിൽ മനസ്സിലായോ? അനിലിൻ്റെ അമിതമായ ഈ ഒരു വികാരാവേശം എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മനുഷ്യർക്കും മനസ്സിലാവും. നല്ലത് വിചാരിച്ച് പെറ്റതള്ള ഒരു കാര്യം പറഞ്ഞതിനിടയ്ക്ക് അനിൽ രോഷം കൊണ്ടത് എത്രയാണെന്ന് കാണുമ്പോൾ മനസ്സിലാവും. മദ്യപിച്ചൂടെ കഴിയുമ്പം എന്തായിരിക്കും അനിലിൻ്റെ ആവേശവും കാര്യങ്ങളും. മനസ്സിലായില്ലേ അനിൽ? നമുക്ക് ഭയം വരും. ഇപ്പം ഇത്രയും പേരിരിക്കുന്ന ഒരു സദസ്സിൽ തന്നെ നമുക്ക് ഇതെന്താ ഇയാൾ ഇങ്ങനെ പെരുമാറുന്നത് എന്ന് തോന്നിയപ്പോൾ ഒരു അടച്ചിട്ട ഒരു വീട്ടിനകത്ത് ഭാര്യ എന്ന് പറഞ്ഞാൽ ആ ഒരു പെണ്ണ് മാത്രം ഭർത്താവ് രീതി പെരുമാറിയത് ജീവഭയം വരും. അതിന് മനസ്സിലായില്ലേ? ജീവനാണോ ജീവിതമാണോ വലുതെന്നൊരു ചോദ്യം വന്നാല് ജീവനാ വലുത്. സമയങ്ങളിൽ പേടിച്ചിരുന്നിട്ടുണ്ട് ഞാൻ. എനിക്കൊന്ന് പറയാനുള്ളത്, എനിക്ക് 3 പെൺപിള്ളേരാ. ദൈവത്തിന്റെ ആശ്രയമല്ലാതെ ഞങ്ങൾക്ക് അച്ഛനില്ല, ആങ്ങളമാരില്ല, ഞങ്ങൾക്ക് വേറെ ആരുമില്ല. എന്റെ മോളെ കൊലയ്ക്ക് കൊടുക്കാൻ ഞാൻ വിട്ടുകൊടുക്കത്തില്ല. ചേട്ടത്തിയുടെ ഭർത്താവ്, അനിയത്തിയുടെ ഭർത്താവ്, അവര് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് എന്തേലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു ആപത്ത് വന്നാലോ പോകാനോ വരാനോ അവര് മാത്രം. അവർക്കും ഒരു പരിമിതി ഉണ്ട്, ഞങ്ങളെ സഹായിക്കുന്നേ ഉള്ളൂ. എല്ലാത്തിനും ഓടിയൊന്നും വരാനൊക്കത്തില്ല. അതാണല്ലേ ഒരാൾ ജീവനോട് ഇരുന്നിട്ട് വേണ്ടേ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാ ജീവിതം ഒന്ന് തീരുമാനിക്കാൻ. അപ്പൊ ഇതിനകത്ത് എനിക്കിപ്പം ജീവിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല എന്ന് പറഞ്ഞതിന്റെ കാരണം ഇപ്പം മനസ്സിലായി കാണുമല്ലോ. എന്റെ ജീവൻ എനിക്ക് പേടിയാ. ഇന്ന് തന്നെ ഇവ മേളി പറച്ചില് മൊത്തം എന്റെ കുടുംബത്തിൽ ഒരുപാട് ആക്ഷേപിച്ചാ സംസാരിക്കുന്നത്. എന്റെ കുടുംബത്തില് നിന്റെ അമ്മ അങ്ങനല്ലേ, നിന്റെ അച്ഛൻ അങ്ങനല്ലേ, സാറിനോട് അവരാരെയും കണ്ടിട്ട് പോലും ഇല്ലാത്ത വ്യക്തിയാണ് ഈ പറയുന്നത്. എന്താ സഹോദരി അങ്ങനല്ലേ, ഇവരിങ്ങനല്ലേ, നീ അങ്ങനെ നടന്നല്ലേ. എന്നിട്ട് ഒരിടയ്ക്ക് പറയുന്നത്, ഒരിടയ്ക്ക് എല്ലാം ഈ പ്രശ്നങ്ങളെന്ന് പറഞ്ഞല്ലോ, ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ഓർത്തപ്പം പറയുന്നേ,
പിന്നെ നിൻ്റെ വീട്ടിൽ പോയി സ്ത്രീധനം മേടിച്ചോണ്ട് പോവാ. എന്നെ വിളിച്ചോണ്ട് പോയിട്ട് പറയുന്നത് നിൻ്റെ വീട്ടിൽ പോയി സ്ത്രീധനം വാങ്ങിച്ചോണ്ടോ. എൻ്റെ അമ്മയാണ് ആകെ 10 സെൻറ്റ് സ്ഥലം ഉണ്ടായിരുന്നു. അത് എൻ്റെ അനിയത്തിയുടെയും പേരിൽ എഴുതി വെച്ച്. അത് വലിയ വിലയൊന്നും കിട്ടുന്നതല്ല. 2000 രൂപ ഒരു സെൻറ്റിന് ഞങ്ങൾക്ക് കിട്ടും. അത്ര ഗുദാമിലാണ് ഞങ്ങൾക്ക് 10 സെൻറ്റ് സ്ഥലം കിടന്നത്. അത് ഞാൻ എൻ്റെ അനിയത്തേക്ക് എഴുതി കൊടുത്ത് അതിൽ നിന്ന് 10,000 രൂപ കിട്ടണൊക്കെ അത് വേണമെന്നും പറഞ്ഞ് എന്നെ അടിച്ച് എൻ്റെ വീട്ടിൽ എന്നെ പുനലൂർ ഓടിച്ചിട്ടുണ്ട് ഇവരുടെ വീട്ടിൽ നിന്ന്. അറിയാമോ? ആ കാശ് വേണം. എൻ്റെ അമ്മ പറഞ്ഞ് നിന്നെ ഇനി തല്ലി കൊന്നാലും ശരി തന്നെ ഞാൻ ആ കാശ് ഞാൻ തരത്തില്ല. എന്നിട്ട് എൻ്റെ അമ്മ ആണെങ്കിൽ ഒരു 3000 രൂപ എന്നാൽ നീ വെച്ചോന്നും പറഞ്ഞ് എടുത്തു തന്ന്. ആ 10,000 രൂപ ഇന്നും എൻ്റെ കുഞ്ഞിൻ്റെ പേര് ബാങ്കിൽ അമ്മ ഇട്ടിട്ടുണ്ട്. ആ പൈസ അതുപോലെ അവിടെ കിടപ്പുണ്ട്. പക്ഷെ അന്ന് അത് എൻ്റെ തന്നിരുന്നു അന്ന് തീർന്നേനെ. കാരണം എനിക്ക് ഞാൻ ഇറങ്ങിപ്പോയെങ്കിലും 4-5 രൂപേൻ്റെ സ്വർണ്ണം എനിക്ക് എൻ്റെ അമ്മ തന്നത് ഉണ്ടായിരുന്നു. ഞാനും കൂടെ കഷ്ടപ്പെട്ടതാ. എങ്കിലും എൻ്റെ അമ്മയല്ലേ തന്നെന്ന് എനിക്ക് പറയാൻ പറ്റും. ഞാൻ പോകുന്ന സമയത്ത് 4-5 രൂപേൻ്റെ സ്വർണ്ണം ഉണ്ടായിരുന്നു. ഈ ആൾ പോകുന്ന സമയത്ത് ഒരു കാതിലൊരു പൂ എൻ്റെ കാതിലില്ലായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് രൂപയുടെ കടം ഉണ്ടായിരുന്നു. ബ്ലേഡുകാരുടെ നിന്ന് അവിടുന്ന് ഇവിടുന്ന് എടുത്ത കടങ്ങളൊക്കെ അതെല്ലാം ഞാൻ വീട്ടി. ആ കടങ്ങളെല്ലാം ഞാൻ വീട്ടി. അറിയോ? എനിക്ക് അതുകൊണ്ട് എനിക്ക് ഒരു നല്ലൊരു തുണി എനിക്ക് എടുത്തു തന്നിട്ടുണ്ട്. എൻ്റെ അമ്മായിയമ്മ എടുത്തു തന്നിട്ടുണ്ടില്ലെന്ന് ഞാൻ ദോഷം പറയത്തില്ല. എൻ്റെ അമ്മായിയമ്മ എനിക്ക് എടുത്തു തന്നിട്ടുണ്ട്. ഇങ്ങനെ എനിക്ക് ഇങ്ങനെ കൂടെ 10 വർഷം ഞാൻ ജീവിച്ചെന്ന് പറഞ്ഞ് ഇങ്ങനെ എനിക്ക് ഒരു ചുരിദാർ 400 രൂപയ്ക്ക് പുനലൂർ ഒരു കടയിൽ നിന്ന് എനിക്ക് എടുത്ത് 400 രൂപയുടെ ഒരു ചുരിദാർ ഇങ്ങനെ എടുത്തു തന്നിട്ടുള്ളത്. അല്ല ഇങ്ങനെ എനിക്ക് ഏതെങ്കിലും തുണികൾ എടുത്തു തരുന്നുണ്ടോ? എനിക്ക് വയറ്റിന് മാത്രം ഇച്ചിരി ആഹാരം കൊണ്ട് തന്നെന്നും പറഞ്ഞ് അതും എത്രയോ ദിവസങ്ങൾ ഞാൻ ഇവരുടെ വീട്ടിൽ ചെന്ന സമയത്തും അല്ലാതെ എപ്പോഴും പട്ടിണി കിടന്നിട്ടുണ്ട്. അത് ശരി, നമ്മുടെ കുടുംബത്ത് അങ്ങനെയൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. അത് നമ്മൾ സഹിച്ചും ക്ഷമിച്ച് പോയാലേ കുടുംബം മുമ്പോട്ട് പോകത്തുള്ളൂ. അതല്ല, ഒരു കുടുംബം ആകുമ്പം നല്ല രീതിക്ക് നമുക്ക് ഒരു സാമാന്യ രീതിക്ക് ജീവിച്ചു പോകണ്ടേ. ഇത് ആ രീതിയിലൊന്നും അല്ല അവരുടെ ജീവിതം. അവർക്ക് കിട്ടുന്ന സമയത്ത് ആഡംബരം കുറേ കള്ള് കുടിക്കുക, കുറേ വണ്ടി വിളിക്കുക, ഇതിലേ നടക്കും. ഇതൊക്കെ ഇവരുടെ കുടുംബം നോക്കണം. കുടുംബത്തെ ഒന്നിച്ച് എല്ലാവരും ജീവിക്കുന്ന പോലെ ജീവിക്കണം. അങ്ങനെയുള്ള രീതിയൊന്നും അവർക്കില്ല. ഞാൻ ഇങ്ങനെയൊക്കെ ഉള്ളവരുടെ ഇനിയിപ്പോൾ എനിക്കൊരു പെങ്കൊച്ച് വളർന്നു വരുന്നു. ഞാൻ എങ്ങനെ പോയി വിശ്വാസത്തിൽ അതിൻ്റെ കൂടെ ഇങ്ങനെ ഈ ഒരു അമ്മയും അമ്മനെയും 2 സഹോദരിമാരും അത്രയും കഷ്ടപ്പെട്ടു ഒരുവിധം അച്ചടക്കത്തോടുകൂടി വളർത്തിയിട്ട് എങ്ങനെ ഇറങ്ങി പുറപ്പെട്ടു പോയി? വണ്ടി കയറാൻ പറഞ്ഞപ്പം അങ്ങനെ വണ്ടി കയറാൻ പറഞ്ഞൊന്നുമില്ല. സ്നേഹിച്ചു. ശരിയാ, ഞങ്ങൾ 3 മാസം ഗുജറാത്തിൽ വെച്ച് സ്നേഹിച്ച്. അതിനുശേഷം എൻ്റെ ഒരു കൂട്ടുകാരനും അവരെല്ലാം കൂടെ കൂടിയിട്ട് വീട്ടിൽ വന്നപ്പം വീട്ടിൽ നിന്ന് അവളുടെ വീട്ടിൽ പോവാന്നും പറഞ്ഞാണ് പോകുന്നത്. പക്ഷെ ഞാൻ എങ്ങനെ ഞാൻ പോയി എന്താ അവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ എനിക്ക് തന്നെ അറിയത്തില്ല. ഞാൻ അങ്ങ് പറ്റിപ്പോയി അന്നേരം. എന്നാൽ എൻ്റെ വീട്ടിൽ പറഞ്ഞ് നിനക്ക് അവിടെ പോയി ഒരു കുറച്ച് ദിവസം നിൽക്കുമ്പോൾ ഒരു 2 ദിവസമെങ്കിലും നിനക്ക് നിൽക്കുമ്പോൾ അവിടുത്തെ സ്വഭാവം മനസ്സിലാവുമ്പോൾ തിരിച്ചു വന്നൂടെ എന്ന് പിന്നീട് ഇവർ ചോദിച്ചതാണ്. പക്ഷെ അന്നേരം ഒന്നും ആ ഒരു ഇത് മൈൻഡ് വന്നില്ല. അന്നേരം അത്രയും ആ ഒരു ഇത് വന്നില്ല. അതുകൊണ്ട് എനിക്ക് എന്നും ഒരു പോരായ്മയായിട്ട് തന്നെ. കാരണം എന്റെ കൂടെ അങ്ങനെ ഇറങ്ങി പുറപ്പെട്ട് വന്നവളാണല്ലോ എന്നുള്ളൊരു അതുപോലെ ഞാൻ ഈ ഇത്രയും വർഷം ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചെങ്കിലും പുള്ളിക്കാരൻ ഇത്രയും വർഷം എനിക്ക് ടൗണിൽ ഇറങ്ങി എനിക്കൊരു ഒരു കട ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന ആദ്യം ഇയാൾ പോയി കഴിഞ്ഞപ്പോൾ ടൗണിൽ എന്നെ പിന്നെ വണ്ടി ഇറങ്ങുന്നിടം മുതൽ ഹോസ്പിറ്റൽ ജംഗ്ഷൻ ഇങ്ങി താഴെ അവിടം വരെ എന്നെ ചീത്തയും വിളിച്ച് എന്തൊക്കെ ആക്ഷേപം പറയാവോ ആ രീതിയിലല്ല. പിന്നെ എനിക്ക് ആ റോഡിൽ കൂടെ നടക്കാൻ നടക്കേടായിരുന്നു. ഞാൻ ഇപ്പോഴും ആ റോഡിൽ കൂടെ ഞാൻ പോകുമ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയാറ്. ചുമ്മാ ടൗണിൽ കൂടെ ഒരു പെണ്ണ് ചീത്ത വിളിച്ചിട്ടാണ് വാക്ക് നടക്കുന്നതെല്ലാം പൊട്ടന്മാരാണോ? ഒരുത്തരെങ്ങനെ എന്നെ കുത്തി പിടിച്ചിട്ട് ആരെയാണ് വിളിക്കാൻ ചോദിക്കുന്നത്? ഞാൻ പോലീസ് സ്റ്റേഷനിലോട്ട് ഫോൺ വിളിക്കാൻ നേരത്തെ തന്നെ ഒരു കടയുണ്ട്. ഞാൻ ഇന്ന് വന്ന ഞാൻ ആ കട ഞാൻ ചോദിപ്പിക്കാം. ഇന്ന് വന്ന ഈ രീതിയിലുള്ള സംസാരങ്ങൾ എന്റെ മക്കളെ അപ്പ ഇല്ലാതെ മറ്റൊരുത്തിനെ അപ്പാന്ന് വിളിപ്പിക്കുക. ഞാൻ ഇവിടെ ഇപ്പൊ എന്റെ കുഞ്ഞ് അവിടെ തന്നെ വേറെ ഒരുത്തിനെ വിളിക്കുക അച്ചാച്ചാന്ന്. ഞാൻ സ്വന്തം രക്തം എന്റെ രക്തത്തിൽ വരുന്ന എന്റെ കുഞ്ഞ് വേറെ ഒരുത്തിനെ വിളിക്കുക അച്ചാച്ചാന്ന്. അവൻ ഏതാന്ന് പോലും എനിക്കറിയത്തില്ല. ഓഫീസിലിരുന്നുകൊണ്ട് തന്നെ ആരാന്ന് എന്റെ റബീൽ ഒരുത്തൻ വേറെ ഒരുത്തിനെ വിളിക്കുക അച്ചാച്ചാന്ന് കൊണ്ട് അവന്റെ വല്ലോട്ട് പോകുന്നു. എന്റെ രക്തത്തിൽ വരുന്ന എന്റെ കണ്ണ് നടന്നു വെളിയിൽ പോയാൽ ആരാന്ന് എനിക്കറിയത്തില്ല. അവരുടെ കൂടെ വന്ന 4 ആണുങ്ങൾ ആരുടെ കൂടെ വന്നു ഇവരുടെ എന്തുകാരാന്ന് എനിക്കറിയത്തില്ല. ചേട്ടനും ഉണ്ട്. ഇതൊക്കെ ഈ പരാതി ഇല്ലാത്ത കാര്യമാണ് ഇപ്പൊ ഈ പറയുന്നത്. ഇപ്പൊ കണ്ട കാര്യം വന്നപ്പോ എന്റെ സഹോദരാ ഈ സംശയരോഗിയുടെ കൂടെ വിടുന്നില്ല ഈ കൊച്ചിനെ.
അച്ചാച്ച എന്ന് പറയുന്നത് ഇപ്പൊ മൂത്തത് വിളയതും ആവുമ്പം പിന്നെ മൂത്തച്ഛനെന്നും വല്യച്ഛനെന്നും പല പ്രദേശങ്ങളിൽ പല രീതിയിൽ വിളിക്കും. അങ്ങനെ അവൾ എന്റെ കുഞ്ഞെന്ന് മാത്രം പറയാൻ, കാരണം എന്റെ കുഞ്ഞെന്ന് പറഞ്ഞാൽ എനിക്ക് പറയാനില്ല എന്റെ കുഞ്ഞെന്ന് പറ. നിങ്ങൾ മാന്യമായ രീതി, ന്യായമായ രീതി, ന്യായത്തോടെ നിങ്ങൾ സംസാരിക്കണം. കൊച്ചാന്ന് വിളിച്ച് കാണുമായിരിക്കും അനിയത്തിയുടെ ഭർത്താവിനെ, അല്ലാതെ അച്ചാച്ചാന്ന് അവര് വിളിക്കും. നിങ്ങളില്ലായിരുന്നല്ലോ കല്യാണം നടന്ന സമയത്തൊന്നും. പിന്നെ അന്നത്തെ ദിവസം ഞാൻ ട്രെയിൻ കയറുന്നത് ചെന്നൈക്ക്, ആ കല്യാണ ചെന്നൈക്ക് ട്രെയിൻ കയറുന്നത്. നിങ്ങൾ കൊച്ചാന്ന് വിളിച്ച് കാണുമായിരിക്കും അവിടെ ഭർത്താവിനെ. പിന്നെ അമ്മയുടെ അനിയത്തിയുടെ ഭർത്താവിനെ പിന്നെ എന്തോ വിളിക്കുന്നത്? വിളിക്കണം, അങ്ങനെ തന്നെ വിളിക്കണം. ഉടനെ അത് എന്റെ ഭർത്താവോ? ഉടനെ അത് എന്റെ ഭർത്താവാന്ന് ഞാൻ പറഞ്ഞില്ല. പിന്നെ നിന്റെ ഭർത്താവാന്ന് ഞാൻ പറഞ്ഞു. എന്റെ നിന്റെ ഭർത്താവാന്നത് അനിയത്തിയുടെ അത് ആരാ എന്തുവാന്ന് ആദ്യം മനസ്സിലാക്കി ചോദിക്കുകയോ ചെയ്യണം, അല്ലാതല്ല സംസാരിക്കുന്നത്. 3-4 ആണുങ്ങൾ വന്നത് അച്ചാച്ചാന്ന് വിളിച്ച്, അവരാരെ അച്ചാച്ചാന്ന് വിളിക്കത്തില്ല. അത് ഈ വിവേകം എന്ന് പറയുന്ന ഒരു സംഗതി നമ്മൾ ഇല്ലാതെ പോകുമ്പോഴാണ് ഇത്തരം വാക്കുകൾ വെളിയിൽ വരുന്നത്. വിവേകം, തിരിച്ചറിവ് എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അത് വിദ്യാഭ്യാസം കൊണ്ടോ സമ്പത്ത് കൊണ്ടോ ഉണ്ടാവുന്നതല്ല. പട്ടിക്കും പൂച്ചയ്ക്കും മൃഗങ്ങൾക്കും ഒന്നും ഇല്ലാത്തൊരു തിരിച്ചറിവ് മനുഷ്യന് മാത്രം കൊടുത്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? അത് നഷ്ടപ്പെടുമ്പം വരുന്ന വാക്കുകൾ കൊണ്ടാണ് ഈ ജീവിതം ഇതുപോലെയുള്ള നഷ്ടത്തിലേക്ക് പോകുന്നത്. ഇത് ഒരുപാട് നമുക്ക് എന്നെന്നും നിലനിൽക്കേണ്ട ബന്ധങ്ങളാണ് ഇതൊക്കെ. വെറുതെ വായി കിടക്കുന്ന കുറേ അക്ഷരങ്ങൾ എടുത്ത് വെച്ചൊക്കെ ചുമ്മാ പ്രയോഗിക്കരുത്. അവരുടെ കൂടെ വന്നിരിക്കുന്ന ഈ പെണ്ണിൻ്റെ കൂടെ നാളെയും ജീവിക്കണം, എന്നെന്നും കുഞ്ഞുങ്ങളുമായിട്ട് ഒന്നിച്ച് കഴിയണമെന്ന് പറഞ്ഞ് വന്നിരിക്കുന്നവൻ അവരുടെ ബന്ധുക്കള് അവരുടെ സുരക്ഷയിലായി ഇപ്പൊ ആ പെണ്ണ് കഴിയുന്നത്. അത് ആരാ വന്നിരിക്കുന്നതെന്ന് അന്വേഷിക്കാതെ തെണ്ടിക്കൊണ്ട് റോഡ് നീളെ ഞാൻ നടന്നേനെ. അവരൊക്കെ അമ്മയോട് പറഞ്ഞതാ, നീ എന്റെ മോളെ ഭിക്ഷക്കാരന് കൊടുത്താലും നിനക്ക് തരത്തില്ലെന്ന് പന്തായമുണ്ടെങ്കിൽ നോക്കണം. അങ്ങനെ പലതും പറയും, അങ്ങനെ പലതും പറയും. അതെനിക്കറിയാം. ഒരു പെണ്ണിനെ അനില് തന്നെ സമ്മതിച്ച കാര്യമാണ്. അനിലിന്റെ ഒരു പ്രത്യേക സ്വഭാവവും ചിട്ടയുടെയും പേരിൽ അന്ന് ആ നാട്ടിൽ ചെന്നപ്പോൾ അനിലിന് ആ സ്വഭാവം കൂടി, അനിൽ ഉപദ്രവിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത്തരം സന്ദർഭങ്ങളിൽ അനിൽ അതൊക്കെ ചെയ്യുമ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് അത്തരം വാക്കുകളുണ്ടാവും. അനിൽ പറഞ്ഞില്ലേ പിന്നെ ഞാൻ വണ്ടിക്കട ചാവൂന്ന് പറഞ്ഞു, ഇല്ല നിന്നെ കൊല്ലൂന്ന് പറഞ്ഞാൽ അത് ചെയ്തോ? അതുപോലെ അവരുടെ ഭാഗത്തു നിന്നുള്ള വാക്കുകൾ വരും. അതൊക്കെ അങ്ങ് സത്യമാണെന്ന് വിചാരിക്കാൻ പറ്റുമോ? അവരുടെ മോളെ ഭിക്ഷക്കാരന് പിടിച്ചു കൊടുക്കാൻ 5 വർഷം വേണോ? വേണ്ട. ഭിക്ഷക്കാരന് പിടിച്ചു കൊടുക്കാൻ 5 മിനിറ്റ് മതി. അനിൽ ദേഷ്യം കുറയ്ക്കുക. മനസ്സിലായില്ലേ? ദേഷ്യം എന്ന് പറഞ്ഞ സംഗതി കൊണ്ട് ഈ ലോകത്തൊരാളും ഒന്നും നേടിയിട്ടില്ല. ദേഷ്യം കൊണ്ട് ജീവിതം നഷ്ടപ്പെടുത്തിയവർ മാത്രമേ ഉള്ളൂ ഈ ലോകത്ത്. ഒരുപാട് നമ്മൾ കടന്ന് ചാടിയിട്ട് പിന്നെ അങ്ങ് ഭൂമിയിൽ അങ്ങ് അടിയിൽ ചെരുപ്പിൻ്റെ അടിയിൽ പോയിട്ടൊരു കാര്യമില്ല. അനിലിവിടെ വന്നത് അനിലിൻ്റെ പരാതിയുടെ പേരിലാണ് ഈ കേസ്. അവളൊരു തെറ്റും ചെയ്തോ, അവൾ എന്നോട് വന്നു. പക്ഷെ ഇവരാരും അംഗീകരിക്കില്ല. ഈ തള്ളുണ്ട്, അവര് സ്ക്രൂ കയറ്റി കൊടുക്കും. പിന്നെ അവര് സ്ക്രൂ കയറ്റാ ഞാൻ എന്തോ ഞാൻ പൊടിക്കുഞ്ഞൊന്നും അല്ലല്ലോ, എനിക്കറിയാം. ഞാൻ അന്നും ഉണ്ടായിരുന്നല്ലോ ഈ തള്ള. ഞങ്ങൾ പലയിടത്തും വാടകയ്ക്ക് പോയി കിടന്നിട്ടുണ്ട്. അന്നും ഞങ്ങൾ അടിയും വഴക്കും ബുദ്ധിമുട്ടും എല്ലാം ഉണ്ട്. അന്നൊന്നും ഇവർക്ക് അവനോട് തന്നെ ജീവിച്ചോ, മോളെ അനിയത്തി മോളെ കല്യാണം കേട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ ഫോണിൽ വിളിക്കുന്നത്, ഇളയനെ കെട്ടിച്ചു വിട്ടില്ല, നീയെ പോയി, നീ ജീവിച്ചോ. ഇപ്പൊ ഇളയനെ കെട്ടിച്ചു വിട്ട് ഇനിയിപ്പോ സ്വസ്ഥമായി, നീ അവനോട് പോയില്ലല്ലോ. എന്താ ഇളയനെ കെട്ടിക്കുന്നതിന് മുമ്പല്ലയോ? ഇപ്പൊ അവിടെ കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷം ആവുന്നല്ലേ ഉള്ളൂ. അതിന് മുമ്പല്ലേ നിങ്ങൾ ഞാനും കൂടെ പിണങ്ങി പിരിഞ്ഞത്? ഞാൻ ഇള്ള കുഞ്ഞൊന്നും അല്ല. എനിക്ക് എന്റെ ജീവിതം എനിക്ക് തീരുമാനിക്കാനുള്ള അവകാശം ഇന്ന് എനിക്കുണ്ട് കേട്ടോ. 5 കൊല്ലമായില്ല ഈ കഴിഞ്ഞിടയ്ക്കല്ല റേഷൻ കാർഡ്. എന്റെ റേഷൻ കാർഡല്ല ബലം പിടിച്ചു വെച്ചാൽ എനിക്ക് എന്റെ നാട്ടിൽ ഒരു വോട്ടില്ല. ഒരു പാസ്പോർട്ട് എടുക്കാൻ റേഷൻ കാർഡിന്റെ പേര് വെട്ടിക്കുറച്ചോണ്ട് നിങ്ങൾ കൊണ്ടുപോകും. നിന്റെ പേര് ഞാൻ വെട്ടിക്കുറച്ച് തന്നേക്കാം. എന്റെ പിള്ളേരല്ലേ, എന്റെ പിള്ളേരുടെ പേര് എനിക്ക് കുറഞ്ഞ നോക്കുക. ഞാൻ വെട്ടിക്കുറച്ച് തരത്തില്ല. നിങ്ങൾക്ക് വേണം നിങ്ങളുടെ റേഷൻ കാർഡ് നിങ്ങൾ പേര് വെട്ടിക്കുറച്ചല്ലേ പറ്റുള്ളൂ. നീ അതിനകത്ത് ഞാൻ ഏക്കുന്നത് തന്നാലല്ലേ പറ്റുള്ളൂ. തിരക്ക് റേഷൻ കാർഡ് നിസ്സാരം. റേഷൻ കാർഡ് എന്റെ അമ്മ എന്റെ അപ്പനെ വിട്ട് കഴിഞ്ഞാൽ നീ കൊടുക്കത്തില്ല, നീ അവിടെ കാണത്തില്ല. നിന്റെ അമ്മ അങ്ങനെ പറയും, ഇവിടെ അറിയത്തില്ല. എനിക്ക് ഇറങ്ങി ജോലിക്ക് പോയാലേ എന്നും ഞാൻ വിടാൻ പറ്റും. കടയിലെന്ന് പറഞ്ഞാൽ എനിക്ക് എന്നും ഞായറാഴ്ച വരെ ദിവസങ്ങളാണ്. എനിക്ക് അവിടെ ഒരു ദിവസം പോലും എനിക്ക് മെനക്കെടാം. പിന്നെ എന്തായാലും കുഞ്ഞുങ്ങളുടെ കേസ് കേട്ടോ, അല്ലെ സുഖമില്ലാതെ വല്ലതും വരുവാണെങ്കിൽ മാത്രം 1 ദിവസം 2 ദിവസം മെനക്കെട്. സുഖമില്ലെങ്കിൽ മാത്രം 2 ദിവസം, അതല്ലെങ്കിൽ 1 ദിവസം. അതിൽ കൂടുതൽ എനിക്ക് ലീവ് എടുക്കാൻ പറ്റത്തില്ല. ഞാൻ ഒരു കടയിൽ വർക്ക് ചെയ്യുന്ന പെണ്ണ.
എനിക്ക് ഇവരുടെ പുറകെ എനിക്ക് നടക്കാൻ പറ്റും. അവർക്ക് റേഷൻ കാർഡ് വേണമെങ്കിൽ അവരാരെങ്കിലും കൂടെ കൊണ്ടുവന്ന് അത് മേടിച്ച് ഉത്തരവാദിത്തപ്പെട്ടവരെ, അല്ലാതെ ഇവരിങ്ങോട്ട് ഞാൻ പിന്നെ എന്താ ഞങ്ങള് കഞ്ഞി വെച്ച് കുടിക്കുന്നവരാ. ഉത്തരവാദിത്തപ്പെട്ടവർ ആരും ഇല്ലാതെ റേഷൻ കാർഡ് ഉണ്ടാക്കാൻ ഞാനും അവളും മാത്രം. എന്റെ അപ്പന്റെ പേര് കിടന്ന റേഷൻ കാർഡ് എന്റെ പേര് വെട്ടി. അനിലിന് ഇപ്പൊ റേഷൻ കാർഡ് വെട്ടി എന്തോ ചെയ്യാൻ? പിന്നെ അവള് പറഞ്ഞു എന്നെ വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ എന്നെ വേണ്ടത് സാർ എന്റെ റേഷൻ കാർഡ് വെച്ച് വെച്ചോണ്ടിരിക്കുന്നത് എന്നെ വേണ്ടെന്ന് പറഞ്ഞു. ഒരു മിനിറ്റ് കുട്ടി. ഇപ്പൊ അനിലിന് റേഷൻ കാർഡിന്റെ പ്രശ്നമല്ല, റേഷൻ കാർഡ് മാത്രം മതി, അതാണ് പരാതി. എങ്കിൽ റേഷൻ കാർഡിനുള്ള ഏർപ്പാടുണ്ട്. അല്ല, അവൾ എന്നെ വേണ്ടെന്ന് പറഞ്ഞു. പരാതി എന്തോ? നമ്മൾ ഒന്നിച്ച് താമസിക്കാനല്ലേ സംസാരിച്ചോണ്ടിരിക്കുന്നത്. നിങ്ങൾ സംസാരിച്ച് പോകുന്നത് പഴയ ഈഗോ വീണ്ടും ചൊറിഞ്ഞിളക്കമില്ലയോ എല്ലാരും?